എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാത്രിയിലൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് മഷ്റൂം വാങ്ങിച്ചായിരുന്നേ, കൂണ്. അത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ, സൂപ്പ് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ, കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി അരച്ച് ചേർക്കാം. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ മാഗി മസാല. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യമേ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലോട്ട് നമുക്ക് ഉപ്പിടാം. ആദ്യം തന്നെ കൂൺ എടുത്ത് ഇടരുത്, അവസാനമേ ഇടാവൂ. കാരണം അത് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണം. ആദ്യമേ ഇട്ട് പോയാൽ അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാഗിയും ക്യാരറ്റും ചുമന്നുള്ളിയും അരിഞ്ഞതും അങ്ങനെയുള്ള വേവാനുള്ള സാധനങ്ങളെല്ലാം ഇടുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ സൂപ്പ് റെഡിയാക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇത് നെയ്യിലൊക്കെ വാട്ടിയൊക്കെ ചിലവരുണ്ടാക്കും. പക്ഷേ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം എന്താണ്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മാഗി എടുത്തിടാം. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ഉള്ളി അരിഞ്ഞതിടാം. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അവസാനം മാത്രമാണ് ഇത് തിളച്ച് കുറച്ച് വെന്തതിന് ശേഷം മാത്രമേ നമ്മളെ കൂൺ എടുത്തിടാവൂ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വേവട്ടെ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂൺ സൂപ്പിൻ്റെ സാധനങ്ങളെല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ചതിനകത്ത് നമ്മൾ ചേർക്കേണ്ടത് വെച്ചാൽ മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ നമ്മുടെ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴേ ഈ മഞ്ഞ വേണ്ട നമുക്ക് കേട്ടോ. ഈ മഞ്ഞ പൊട്ടാത്ത വിധത്തിൽ ഇത് വീഴണം കേട്ടോ. ഇങ്ങനെ പതുക്കെ ഒഴിച്ചെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ മഞ്ഞ പതുക്കെ ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ചേക്കണം, കലക്കരുത്. എന്നിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കണം. ആ മഞ്ഞ നമുക്ക് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇനി മാറ്റാം. കലക്കരുത് കേട്ടോ. കലക്കി കഴിഞ്ഞാൽ ഈ സൂപ്പ് മഞ്ഞ കളറിലിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് കലക്കരുത്. അത് അവിടെ തന്നെ അങ്ങനെ കിടന്നോട്ടെ. ഈ മുട്ട കണ്ടില്ലേ, മുട്ട ഇപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. കലക്കിയ ഉടനെ അത് മഞ്ഞ കലങ്ങിപ്പോവും. മഞ്ഞ കലക്കുകയും ചെയ്യരുത്. ഇനി നമ്മൾ ചേർക്കേണ്ടതാണ്, ഇനിയാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ സാധനമായ കൂൺ ഇടേണ്ടത് കേട്ടോ. കൂണും ഇടും. കൂൺ ലാസ്റ്റ് മാത്രമേ ഇടാവൂ കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് വേവണം. അത് നേരത്തെ ഇട്ടാൽ നമുക്ക് കഴിക്കാൻ കൂൺ കിട്ടത്തില്ല, അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നണമല്ലോ. നമ്മളെ മുട്ട മഞ്ഞക്കരു ഇവിടെ തന്നെ കാണും കേട്ടോ. അത് നമുക്ക് പതുക്കെ ഇനി മാറ്റണം അതിനെ. അല്ലെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിക്കാം, കലക്കരുത്. അപ്പോൾ അതിങ്ങനെ വേവട്ടെ. കണ്ടില്ല, തിളച്ച് നൽകണം. ഞാൻ ആ മഞ്ഞ ഇഞ്ഞു മാറ്റി കണ്ടോ. അല്ല, ഈ മഞ്ഞ കണ്ടോ, ഈ മഞ്ഞ ഇതിനകത്ത് കിടന്ന് വേറൊരു കളർ, ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ആ മഞ്ഞ ഞാനിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് വെച്ചാൽ കോൺഫ്ലവർ കലക്കിനകത്ത് ഒഴിക്കണം. അപ്പോൾ ഞാൻ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കലക്കാം. നമുക്ക് കോൺഫ്ലവർ ഇതിനകത്തോട്ട് ഒഴിക്കാം. ആദ്യമേ കുറച്ചിങ്ങനെ ഒഴിക്കണം, എന്നിട്ട് കുറച്ചൊഴിച്ചിട്ട് ഇളക്കണം. പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകിക്കോളും കേട്ടോ. കശുവണ്ടി അരച്ച് ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊഴിക്കാം. എല്ലാം കൂടെ ഒന്നിച്ചൊഴിക്കരുത് കേട്ടോ. ഒന്നിച്ചൊഴിച്ചാൽ കട്ടിയായി പോകും. ദേ ഉണ്ടല്ലേ.
അപ്പോൾ ഇത്രയും കട്ടിക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഇപ്പം ഇട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇടാം. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് മാഗിയുടെ പൊടിയാണ് കേട്ടോ. അത് 1 സ്പൂൺ ഇട്ടേ. മാഗി സൂപ്പിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേരെ. അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് കൂണ് വെച്ച് നമുക്ക് സൂപ്പ് ഉണ്ടാക്കി നൈറ്റ് കുടിക്കാൻ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. രാത്രിയിലേക്കുള്ള ആഹാരം നമുക്ക് ഇങ്ങനൊരു സൂപ്പാക്കി കുടിക്കാം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് മല്ലിയില ഇടാം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പിഞ്ച്, കാരണം ഇവിടെ എരി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇച്ചിരി കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാൻ നേരത്ത് കുരുമുളകും സോസുമൊക്കെ ചേർത്താൽ കഴിക്കാനായി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ അടിപൊളി മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. അതേ കണ്ടോ, മഷ്റൂം അതേ കണക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയാണേ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.